സ്നേഹമുള്ള കൂട്ടുകാരെ, നിങ്ങൾ കേൾക്കുന്നു യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നല്ല വെള്ളിയാഴ്ച അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വലിയ വെള്ളിയാഴ്ച എന്നെല്ലാം നാം ആചരിക്കുന്ന ദിവസമാണല്ലോ. യേശു ക്രിസ്തു പാപികളായ മനുഷ്യരുടെ രക്ഷയ്ക്കായി, വീണ്ടെടുപ്പിനായി കാൽവരി ക്രൂശിലൂടെ യാഗമായി തീർന്ന ആ ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലാണല്ലോ ഈ വലിയ വെള്ളിയാഴ്ച സുദിനം. ദൈവത്തിന്റെയും മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, തമ്മിൽ അനുരഞ്ജനത്തിലൂടെ നയിക്കുന്ന ആ ഒരു നല്ല വെള്ളിയാഴ്ച ദിവസം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മധ്യേ ബലിയായി തീർന്ന ദൈവപുത്രന്റെ രക്ഷാ വിളംബരമാണ് ക്രൂശ് എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 1-18 വാക്യത്തിലെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു എന്ന് പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവശക്തിയുടെ വെളിപ്പെടുത്തലാണ് ഈ ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്. ആ ഒരു ക്രൂശിന്റെ വചനത്തിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഒന്നാമതായി, ക്രൂശ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പാരമ്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു തന്റെ ചങ്കിലെ ചോര തന്നാണ് നമ്മെ സ്നേഹിച്ചത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് മനുഷ്യരെ പകർന്നു നൽകിയത് ആ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ആ ലോകത്തിൽ തന്റെ രക്തത്തിൽ കൂടെ ആ ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് നമ്മെ ആക്കി തീർക്കുന്നതാണ് ഈ ക്രൂശിന്റെ ആ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവ സ്നേഹത്തിന്റെ പാരമ്യതയുടെ വെളിപ്പെടുത്തലാണ് ഈ ക്രൂശ് എന്ന് പറയുന്നത്. യോഹന്നാൻ 3:16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, റോമർ 5:8 ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്നു. ദൈവമകൻ, ദൈവമകൾ എന്നുള്ള ആ ഒരു വലിയ പദവിയിലേക്ക് നമ്മെ ഉയർത്തുവാൻ ദൈവം ഈ ഒരു വലിയ സ്നേഹം നമുക്ക് നൽകി. 1 യോഹന്നാൻ 3:1 പറയുന്ന, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി എന്ന് നമുക്ക് കാണുവാൻ. 1 യോഹന്നാൻ 4:9-10 ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ടതിനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി എന്ന് അവിടെ കാണുവാൻ സാധിക്കും. ഈ ഒരു ദൈവ സ്നേഹത്തിന്റെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് തിരിച്ച് ദൈവത്തോട് നാം കാണിക്കുന്ന സ്നേഹത്തിന്റെ പ്രദർശനമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 2 യോഹന്നാൻ 1:6 നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു ക്രൂശിന്റെ സ്നേഹത്തെ പിൻപറ്റിക്കൊണ്ട്, ആ ക്രൂശിന്റെ അടിവാരത്തിൽ തന്നെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ ദൈവിക സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. രണ്ടാമതായി, ക്രൂശ് വീണ്ടെടുപ്പിന്റെ അടയാളമാണ്. റിഡംഷൻ, പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും അടിമത്തത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും വിടുതലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള അനുഭവമാണ്. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവമാണ് ക്രൂശിലൂടെ നമുക്ക് പകരപ്പെടുന്നത്. പ്രിയമുള്ളവരെ, പുറപ്പാട് പുസ്തകം 12-7 വാക്യത്തിൽ മോശെ മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി അതിന്റെ ദൈവം അവസാനത്തെ ആ ഒരു കടിഞ്ഞൂൽ സംഹാരം അയച്ചപ്പോൾ ആ സംഹാര ദൂതൻ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങൾ അടുക്കാതെ വണ്ണം അവരുടെ ഭവനങ്ങളിൽ 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയുടെ രക്തമെടുത്ത് വാതിലിന്റെ കട്ടളമേലും 2 കുറുമ്പടിമേലും പുരട്ടണമെന്ന് പറയുന്നുള്ളത്. ആ പുരുട്ടിയ ഭവനങ്ങളിൽ നിന്നും മരണകരമായ ആ ഒരു അവസ്ഥ ഉണ്ടായില്ല. ജീവന്റെ അനുഭവം വന്നു ചേർന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലൂടെ ചൊരിഞ്ഞ രക്തത്തിൽ ആശ്രയിക്കുന്നവർക്ക് നിത്യ മരണത്തിൽ നിന്നും നിത്യ ജീവങ്കിലേക്കുള്ള ഒരു വീണ്ടെടുപ്പാണ് ദൈവം സാധ്യമാക്കി തീർത്തത്. അത് അതിക്രമങ്ങളിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പാണ്. അത് പാപത്തിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പാണ്. എഫെസ്യർ എഴുതിയ ലേഖനം 1-7 വാക്യത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-14 വാക്യത്തില് യേശു ക്രിസ്തുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട് എന്ന് പറയുന്നു. ആ ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവമാണ് ഈ ക്രൂശിൽ കൂടെ നമുക്ക് പകർന്നു നൽകിയത്. ആ വീണ്ടെടുപ്പിന്റെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അടിമത്തത്തിന്റെ അനുഭവത്തിൽ നിന്നും അന്ധകാരത്തിന്റെ അനുഭവത്തിൽ നിന്നുമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്, ഒരു വീണ്ടെടുപ്പാണ്. അത് രക്ഷയുടെ സന്തോഷമാണ്. ഈ വീണ്ടെടുപ്പിന്റെ അവസ്ഥയിലേക്ക് ആകുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് അതിനുവേണ്ടി നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ ജീവിതങ്ങളെ തന്നെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. മൂന്നാമതായി, ദൈവിക അനുസരണത്തിന്റെ ഒരു പൂർത്തീകരണമാണ് ക്രൂശ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ പൂർണ്ണമായി കീഴ്പ്പെട്ട് ക്രൂശിനെ മരണത്തോളം താഴ്മ ധരിച്ച് യേശു ക്രിസ്തു അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്രാഹിം ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുന്ന 5-8 പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ദൈവം വിളിച്ചു
ക്രിസ്തുവിൽ കൂടെ, ക്രൂസിലെ യാഗത്തിൽ കൂടെ ആ യേശു ക്രിസ്തു നമ്മെ നിത്യരക്ഷയുടെ അനുഭവത്തിൽ ആക്കി തീർത്തു. അത് ദൈവീകമായിട്ടുള്ള അനുസരണത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. നമുക്ക് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിൽ കൂടെ, അനുസരണയിലൂടെയുള്ള വിശ്വാസത്തിലൂടെയുള്ള രക്ഷയുടെ അനുഭവം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ആ രക്ഷയുടെ അനുഭവത്തിൽ പങ്കാളികളായി തീരുന്നതിന് അനുസരണം വളരെ പ്രധാനമുള്ളവരാണ്. പ്രിയമുള്ളവരെ, ദൈവിക കൽപ്പനകളെ അനുസരിക്കുവാൻ, ദൈവിക മക്കളായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാലാമതായി, ക്രൂസ് കഷ്ടതയുടെയും ത്യാഗത്തിന്റെയും ഒരു അടയാളമാണ്. യേശുക്രിസ്തു ലോകത്തിൽ നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള ആ മരണകരമായ വേദന അനുഭവിച്ചുകൊണ്ട് നമ്മെ മരണശിക്ഷയിൽ നിന്ന് നിത്യജീവനിലേക്ക് നമ്മെ നയിച്ചു. പ്രിയമുള്ളവരെ, ആ ഒരു വലിയൊരു ശിക്ഷ ദൈവം നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. അതൊരു സഹിക്കുന്നതിലപ്പുറമായിട്ടുള്ള സഹനശക്തിയുടെ ത്യാഗത്തിന്റെ അനുഭവമാണ്. കഷ്ടതയുടെയും നിരാശയുടെയും രോഗത്തിന്റെ അനുഭവങ്ങളെ യേശുക്രിസ്തു ക്രൂസിൽ വഹിക്കുകയാണ് ചെയ്തത്. പാപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കഷ്ടതയുടെ, അതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു ശാപത്തിന്റെ, അതിന്റെ രോഗത്തിന്റെ അനുഭവങ്ങളിൽ നിന്നുള്ള ആ ഒരു വിടുതൽ സാധ്യമാക്കി തീർത്തത് യേശുക്രിസ്തു തന്റെ ക്രൂസ് കഷ്ടത അനുഭവിച്ചതിൽ കൂടെയാണ്. കഷ്ടപ്പാടുകളെല്ലാം സ്വയമായി യേശുക്രിസ്തു ഏറ്റെടുത്തത് നമ്മുടെ കഷ്ടപ്പാടുകളെ, നമ്മുടെ രോഗത്തെയും നമ്മുടെ ശാപത്തെയും പാപത്തെയും എല്ലാം മാറ്റുന്നതിന് വേണ്ടിയാണ്. ആ ഒരു യേശുക്രിസ്തുവിന്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്നതിലൂടെ, ആ മുന്തിരി ചക്കിൽ മുന്തിരി ചാറ് ചതഞ്ഞ് അരയുന്നത് പോലെ, അതുപോലെ ഗോതമ്പ് മണി നുറുങ്ങി അപ്പമായി മാറിയതുപോലെ യേശു തന്റെ ശരീരത്തെ നുറുക്കി അപ്പവും മീനുമായി, മനുഷ്യരുടെ ആത്മീയമായിട്ടുള്ള ഭോജനമായി, തിരുവത്താഴമായി ദൈവം നമുക്ക് നൽകി. ആ ഒരു ത്യാഗത്തിന്റെയും കഷ്ടതയുടെയും ആ ഒരു ഓർമ്മ പുതുക്കലാണ് ഈ ക്രൂസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചത് യേശുക്രിസ്തുവിന്റെ ശരീരം ഉഴവു ചാലുകൾ പോലെ കീറി എന്നുള്ളതാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് പറയുന്നു. യേശുക്രിസ്തു ഏറ്റ ആ അടിപ്പിണരുകളാൽ നമുക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു. പ്രിയമുള്ളവർ, യേശുക്രിസ്തു എന്ന ആ പീഡ സഹനങ്ങളിൽ കൂടെ, ആ ഒരു യാഗത്തിൽ കൂടെ ദൈവം നമുക്ക് സന്തോഷത്തിന്റെയും സൗഖ്യത്തിന്റെയും നിത്യജീവന്റെയും അനുഭവം നമുക്ക് നൽകി. അതുകൊണ്ടാണ് നാം ഇന്ന് ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ നല്ല വെള്ളിയാഴ്ച ദിവസമായി നാം ആരാധിക്കുന്നത്. ആ യേശു ക്രിസ്തുവിന്റെ ക്രൂസ് ചുമക്കുന്നവരായി നാം മാറിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ദൈവിക പ്രവർത്തനങ്ങൾക്കായി കഷ്ടത അനുഭവിക്കുന്നവരായി നാം മാറിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മുൻപിൽ കഷ്ടതയുടെ അനുഭവങ്ങളിൽ, ദൈവത്തിന്റെ ക്രൂസിന് മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായുള്ള യാഗമായി നാം മാറിയിട്ടുണ്ടോ? റോമർക്കെഴുതിയ ലേഖനം 12:1 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ യാഗമായി കാൽവരി ക്രൂശിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് ദൈവ മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കുക. അങ്ങനെയാണ് ക്രൂശിൽ നമ്മൾ നമ്മുടെ കഷ്ടതകളെ പൂരിപ്പിക്കുവാൻ, ദൈവത്തിന് വേണ്ടി സഹായിക്കുന്ന സഹനങ്ങൾ, ക്രൂസിന്റെ അനുഭവങ്ങളിൽ ദൈവിക അടിവാരത്തിലായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ സമർപ്പണ ബോധത്തോടുകൂടി നമുക്ക് മുന്നേറുവാൻ സാധിച്ചാൽ മാത്രമേ ഈ ക്രൂസിൽ പങ്കാളികളായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവസാനമായി ക്രൂസ് എന്ന് പറയുന്നത് ഒരു സാൽവേഷൻ, രക്ഷയുടെ അടയാളമാണ്. ഈ ഒരു ദൈവത്തിന്റെ ആത്യന്തികമായുള്ള രക്ഷയുടെ അനുഭവമാണ് ക്രൂസിന്റെ വെളിപ്പെടുത്തൽ. രക്ഷകൻ എന്നുള്ള അർത്ഥത്തോടുകൂടി ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി വന്നത് ക്രൂസിന്റെ ക്രൂസിലൂടെ അവസാനത്തോളം ആ ഒരു രക്ഷണ പദ്ധതിയുടെ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് അവസാന നാളുകളിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള സമ്പൂർണ്ണ രക്ഷ നമുക്ക് ദാനമായി നൽകിക്കൊണ്ട് നിത്യ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുള്ള ആ രക്ഷകനായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, ആ ദൈവികമായിട്ടുള്ള രക്ഷ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, സൗജന്യമായിട്ടുള്ള രക്ഷയെ നാം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പ്രകാശിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ രക്ഷ എന്ന് പറയുന്നത് വളരെ വിലയേറിയതാണ് പ്രിയമുള്ളവരെ. വില മതിക്കാൻ സാധിക്കാത്തതാണ് ഈ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. അത് സൗജന്യമാണ്. എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കും, തന്നെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിനെ വിശ്വാസത്തിൽ കൂടെ സ്വീകരിക്കുന്ന എല്ലാവർക്കും സൗജന്യമായി നൽകി തരുന്നതാണ് ഈ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. അത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ആ രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് ക്രൂസിലേക്ക് നോക്കിയാൽ മാത്രം മതിയാകും. സൗജന്യമായി ലഭിക്കുന്ന ഈ രക്ഷ നമുക്ക് ക്രൂസിലേക്ക് വിശ്വാസത്തോടുകൂടെ നമ്മുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ, ദൈവത്തിന്റെ മുമ്പിൽ, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ, യേശുക്രിസ്തുവെ രക്ഷയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് സൗജന്യമായി നമുക്ക് ലഭിക്കുന്നു. പ്രിയമുള്ളവരെ,
മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ആ ഒരു ദംശനമേറ്റുന്ന സർപ്പദർശനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ഉയർത്തിയ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുവാൻ മോശ കൽപ്പിച്ചപ്പോൾ അവിടെ നോക്കിയ എല്ലാവർക്കും സൗജന്യമായുള്ള വിടുതലും സൗഖ്യവും നേടിയതുപോലെ നമുക്ക് വേണ്ടി 3 ആണിമേൽ കാൽവരിയിൽ ഉയർത്തപ്പെട്ടവനായി യേശുക്രിസ്തു നിൽക്കുകയാണ്. ആ യേശുക്രിസ്തുവിന്റെ മുഖത്തിലേക്ക്, ആ ക്രൂശിന്റെ മുഖത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന ഈ രക്ഷ, നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന ഈ ഒരു വിടുതൽ, ഈ ഒരു ആശ്വാസവും സന്തോഷവും സമാധാനവും നമുക്ക് നേടുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ അപ്പോസ്തലൻ നമ്മോട് പറയുന്നത് പോലെ മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നുള്ളതാണ്. ആ ഒരു വലിയ നാമത്തിൽ, യേശുക്രിസ്തു എന്നുള്ള ആ രക്ഷണീയ നാമത്തിൽ നമുക്ക് വിശ്വസിച്ചുണ്ട്. ഈ ദൈവികമായിട്ടുള്ള രക്ഷണീയ പദ്ധതിയിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ, ദൈവിക സാന്നിധ്യത്തിൽ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ, അവസാനം നിത്യജീവൻ കരസ്ഥമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആദ്യം മുതൽ പറഞ്ഞ അഞ്ച് വിഷയങ്ങൾ ഒരിക്കൽ കൂടെ പറയട്ടെ. ക്രോസ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്. അതിന്റെ ആദ്യത്തെ അക്ഷരം സി എന്നുള്ളതാണ്. ക്രൈസ്റ്റ് ലവ് എന്നാണ് നമ്മൾ അത് ആദ്യം ചിന്തിച്ചത്. ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് ക്രോസ്. രണ്ടാമതായി റിഡംഷൻ അഥവാ അഥവാ വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് നേടിത്തന്ന ആ ഒരു വീണ്ടെടുപ്പിന്റെ സുദീനമാണ് ഈ ഒരു ദുഃഖ വെള്ളിയാഴ്ച അഥവാ നല്ല വെള്ളിയാഴ്ച. അതിന്റെ അടയാളമാണ് ക്രോസ് എന്ന് പറയുന്നത്. മൂന്നാമതായി ഒബീഡിയൻസ് അഥവാ അനുസരണ എന്നുള്ളതാണ്. യേശു ക്രിസ്തു ദൈവത്തെ അനുസരിച്ച് കീഴ്പ്പെട്ടിരുന്നത് പോലെ, ആ ഒരു വലിയ ക്രൂസിന്റെ അനുഭവത്തിൽ കൂടെ രക്ഷണീയ പദ്ധതിയിലേക്ക് വന്നതുപോലെ നമ്മുടെ ജീവിതം ദൈവത്തിന് മുൻപ് കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് മുൻപ് കീഴ്പ്പെടുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കട്ടെ. നാലാമതായി പറഞ്ഞത് സഫറിങ്സ് ആൻഡ് സാക്രിഫൈസ് എന്നുള്ളതാണ്. ദൈവം നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും അതിലൂടെയുള്ള യാഗങ്ങളും അത് നമ്മെ രക്ഷണീയ പദ്ധതിയിലേക്ക് നയിച്ചതുപോലെ ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. കഷ്ടതയിലും ദൈവത്തിന് വേണ്ടി സഹിക്കുന്ന ആ കഷ്ടതകളാണ് ക്രൂസ് എന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, നമ്മെ തന്നെ ഒരു സുഗന്ധ ബലിയായി യാഗമായി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അവസാനമായി സാൽവേഷൻ എന്നുള്ളതാണ്. രക്ഷയുടെ അടയാളമാണ് ക്രൂസ്. യേശു ക്രിസ്തു ആത്യന്തികമായി നമുക്ക് നൽകിയ രക്ഷയുടെ അനുഭവമാണ്. എല്ലാ തരത്തിലുള്ള സമ്പൂർണമായുള്ള രക്ഷ, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നുമുള്ള രക്ഷ, ആ ഒരു സമ്പൂർണ്ണ രക്ഷ ഈ ക്രൂസിന്റെ അടിവാരത്തിൽ നിന്നും നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. അത് ക്രൂസിലേക്ക് നമുക്ക് നമ്മുടെ തലകളെ ഉയർത്തുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ഒരു ക്രോസ് അല്ലെങ്കിൽ ക്രൂസിന്റെ ഈ 5 ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് സന്തോഷത്തിനും സമാധാനത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ഒരു നല്ല വെള്ളിയാഴ്ചയും തുടർന്ന് വരുന്ന ഈസ്റ്ററിന്റെ ഉയർപ്പിന്റെയും സുദിനം എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സുദിനങ്ങളായി എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.